ഓം നാരായണായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മനനുപാത്മകൽപേ തുമിത്തമുത്ഥാപിതപദ്മയോനിഃ അനന്തഭൂമാമവരോഗരാശിം നിരുന്ധി വാതാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീ കൃഷ്ണ പരമാത്മനേ നമഃ. Today we are going to read the sixth to 10th sloka in the 28th Dasakam of Srimad Narayaniyam about the Amartha പാലാഴിമദനത്തിനെ പറ്റി പറയുന്ന 28ാമത്തെ ദശകത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ നമ്മളിപ്പോൾ 6ാമത്തെ ശ്ലോകം തൊട്ട് 10ാമത്തെ ശ്ലോകം വരെ വായിക്കുകയാണ്. പാലാഴിമദനത്തിൽ മദനം ചെയ്യുമ്പോൾ മറ്റേ മന്ദരപർവ്വതം കൊണ്ട് വാസുകിയെ കയറാക്കി വെച്ചിട്ട് പിരിച്ചിട്ട് മന്ദരപർവ്വതം താഴോട്ട് പോകുമ്പോഴത്തേക്കും അതിനെ താങ്ങുമായിട്ട് കൂർമാവതാരം എടുത്തിട്ട് മന്ദരപർവ്വതത്തെ താങ്ങി നിർത്താനായിട്ട് വിഷ്ണു വരികയും മന്ദരപർവ്വതം ഇങ്ങനെ കടഞ്ഞെടുക്കുമ്പോൾ മുകളിലേക്ക് ചാടുമ്പോൾ അതിനെ ചാടാണ്ടിരിക്കാനായിട്ട് ഭഗവാൻ തന്നെ കൈകൊണ്ട് അമർത്തി പിടിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദ്യം കാളകൂട വിഷം വന്നു. അത് ആദ്യം എപ്പോഴും ദുഃഖമാണല്ലോ വരിക. അപ്പോൾ കാളകൂട വിഷം വന്നപ്പോൾ ഭഗവാൻ പരമേശ്വരൻ അത് കഴിച്ചു എന്നാണ് പറയുന്നത്. അതിനുശേഷം നല്ല നല്ല കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നല്ലൊരു അപ്സരസുകളും സ്ത്രീകളും ധാരാളം വരാൻ തുടങ്ങി. എന്നിട്ട് അവസാനം ലക്ഷ്മി ദേവി വന്നു. അങ്ങനെ ലക്ഷ്മി ദേവി സ്വയംവരം ഭഗവാൻ വിഷ്ണുവിനെ സ്വയംവരം ചെയ്തു എന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറയുന്നത്. ലക്ഷ്മി ദേവിക്ക് ധാരാളം പേര് ധാരാളം സമ്മാനങ്ങളൊക്കെ നൽകി എന്നാണ് പറയുന്നത്. ഇന്ന് അടുത്ത ശ്ലോകം നമുക്ക് വായിക്കാം. പരണസ്രജമാർത്തഭൃംഗനാഥാം ജലദിസ കുജകുംഭമന്തയാന പദസിഞ്ചിതമഞ്ജനൂപുരാത്വം കലിതപ്രീലവിലാസമാസസാദ. പരണസ്രജമാർത്തഭൃംഗനാഥാം ദദദീസ കുജകുംഭമന്തയാന പദസിഞ്ചിതമഞ്ജനൂപുരാത്വം കലിതപ്രീലവിലാസമാസസാദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. 28ാമത്തെ ശ്ലോകം നമ്മൾ ഒന്നുകൂടി വൃത്തിയായിട്ട് വായിക്കാം. അതായത് നമ്മുടെ പാലാഴിമദനമാണല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ധാരാളം കേൾക്കുന്നതല്ലേ. അപ്പോൾ വരണസ്രജം വരണസ്രജമാത്തഭൃംഗനാദാം ജദരീസ കുജകുംഭമന്തയാന ഭരണസ്രജമാത്തഭൃംഗനാദാം നാദാം ദദലീസ കുചകുംഭമന്തയാന പദസിഞ്ചിതമഞ്ജുനൂപുരാത്വാം കലിതപ്രീളവിലാസം ആസസാദ. ഭരണസ്രജം ആത്തഭൃംഗനാദാം ദദലീസ കുചകുംഭമന്തയാന പദസിഞ്ചിതമഞ്ജുനൂപുരാത്വാം കലിതപ്രീളവിലാസം ആസസാദ. ആ ലക്ഷ്മി ദേവി വന്നുകൂടിയ വണ്ടുകളുടെ ശബ്ദത്തോടു കൂടിയ വരണമാലയും കയ്യിലെടുത്തുകൊണ്ട് കുജകുംഭങ്ങളുടെ ഭാരനിമിത്തം ബന്ധം നടക്കുന്നവളായും ആ ലക്ഷ്മി ദേവി വന്നുകൂടിയ ബന്ധുക്കളുടെ ശബ്ദത്തോടു കൂടിയ വരണമാലയെ കയ്യിലെടുത്തുകൊണ്ട് കുജകുംഭങ്ങളുടെ ഭാരനിമിത്തം ബന്ധം നടക്കുന്നവളായി പാദങ്ങളിൽ കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന മനോഹരങ്ങളായ കാൽ ചിലമ്പുകളോട് കൂടിയവളായിട്ട് ലജ്ജാവിലാസത്തോടു കൂടി നിന്തിരുവഴിയെ സമീപിച്ചു. എന്ത് നല്ലൊരു ശ്ലോകമാണിത്. വരണസ്രജമാത്തഭൃംഗനാദാം ദദരീസ കുജകുംഭമന്തയാന പദസുഞ്ചിതമഞ്ജുനൂപുരാത്വാം കലിതപ്രീളവിലാസം ആസസാദ. ആ ലക്ഷ്മി ദേവി വന്നുകൂടിയ വണ്ടുകളുടെ ശബ്ദത്തോടു കൂടിയ വരണമാലയെ കയ്യിലെടുത്തുകൊണ്ട് കുജകുംഭങ്ങളുടെ ഭാരനിമിത്തം മന്ദം നടക്കുന്നവളായി പാദങ്ങളിൽ കിലുങ്ങിക്കൊണ്ടിരിക്കുന്ന മനോഹരങ്ങളായ കാൽ ചിലമ്പുകളോട് കൂടിയവളായിട്ട് ലജ്ജാവിലാസത്തോടു കൂടി നിന്തിരുവഴിയെ സമീപിച്ചു. അതായത് പാലാഴിമദനത്തിൻ്റെ കഥ നമുക്ക് ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പന് പറഞ്ഞു കൊടുക്കുകയാണ്. ഗുരുവായൂരപ്പൻ്റെ കഥ തന്നെ ഗുരുവായൂരപ്പന് പറഞ്ഞു കൊടുക്കുകയാണ്. അടുത്ത ശ്ലോകം, 7ാമത്തെ ശ്ലോകം. ഗിരിശത് ഗൃഹീണ ആദി സർവദേവാൻ ഗുണഭാജ അവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദായേവ സർവരമ്യീം നിഹിതാ ത്വയി അനയാ അഭിദിവ്യമാല. ഗിരിശദ്രുഹിണാദി സർവദേവാൻ ഗുണഭാജാഭി അവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയനയാഭി ദിവ്യമാല. ഗിരിശദ്രുഹീണ ആദി സർവദേവാൻ
ഗുണഭാജ അവിമുക്ത ദോഷലേശാൻ ഗുണഭാജോവി അവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ അവമൃശ്യ സദാ ഏവ സർവരമ്യേ നിഹിതാ ത്വയി അനയാ അഭിദിവ്യമാല നിഹിതാ ത്വയി അനയാ അഭിദിവ്യമാല ഗിരിശദ്രുഹീണ ആദി സർവദേവാൻ ഗുണഭാജ അവിമുക്ത ഗുണഭാജാവി അവിമുക്ത ദോഷലേശാൻ അവമൃശ്യ സദൈവ സർവരമ്യേ നിഹിതാ ത്വയി അനയാ അഭിദിവ്യമാല. പരമേശ്വരൻ ബ്രഹ്മദേവൻ തുടങ്ങിയ ദേവന്മാരെല്ലാവരെയും ഗുണവാന്മാരാണെങ്കിലും അല്പം ചിലം ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അലക്ഷ്യമാക്കി ആ ദേവി തള്ളി. പരമേശ്വരൻ ബ്രഹ്മദേവൻ തുടങ്ങിയ ദേവന്മാരെല്ലാവരെയും ഗുണവാന്മാരാണെങ്കിലും അല്പം ചില ദോഷങ്ങൾ അവർക്ക് വിട്ടൊഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അലക്ഷ്യമാക്കി തള്ളി. ഈ ദേവിയാൽ സദാകാലവും സകല സൽഗുണങ്ങളാലും ഏറ്റവും മനോഹരമായിരിക്കുന്ന നിൻ തിരുവടിയിൽ തന്നെ ആ ദിവ്യമായ മരണമാല്യം അർപ്പിക്കപ്പെട്ടു. പരമേശ്വരൻ ബ്രഹ്മദേവൻ തുടങ്ങിയ ദേവന്മാരെല്ലാവരെയും ഗുണവാന്മാരാണെങ്കിലും അല്പം ചില ദോഷങ്ങൾ വിട്ടൊഴിഞ്ഞിട്ടില്ലാത്തതിനാൽ അലക്ഷ്യമാക്കി തള്ളി. ഈ ദേവിയാൽ സദാകാലവും സകല സദ്ഗുണങ്ങളാലും ഏറ്റവും മനോഹരമായിരിക്കുന്ന നിൻ തിരുവടിയിൽ തന്നെ ആ ദിവ്യമാല്യം സമർപ്പിക്കപ്പെട്ടു. ശ്ലോകം 8. ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണശ്രീ വിലസത്തദീക്ഷണശ്രീ പരിവൃഷ്ട പരിപുഷ്ടമാശ വിശ്വം ഉരസാ തരസാ മമാനിധൈനാം ഭുവനാനാം ജനനീമനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണശ്രീ പരിവൃഷ്ട പരിപുഷ്ടമാസ വിശ്വം ഉരസാ തരസാ മമാനിധയേനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ഉരസാ തരസാ മമാനിധയേനാം ഭുവനാനാം ജനനീം അനന്യഭാവാം തത് ഉഷ വിലസത് തത് ഇക്ഷണ ശ്രീ തത് ഉരസ വിലസത് തത് ഇക്ഷണ ശ്രീ തത് ഉരസ വിലസത് തത് ഇക്ഷണ ശ്രീ പരിപൃഷ്ട പരിപുഷ്ടം ആസ വിശ്വം പരിപുഷ്ട പരിപുഷ്ടം ആസ വിശ്വം പരിപൃഷ്ട്യ പരിപുഷ്ട ആസ വിശ്വം ഉരസ തരസ മമാനിധൈനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വദുരോ വിലസത്തദീക്ഷണശ്രീ പരിപൃഷ്ട പരിപുഷ്ടമാസ വിശ്വം ഉരസാ തരസാ മമാനിധയേനാം ഭുവനാനാം ജനനീം അനന്യഭാവാം ത്വദുരഃ വിലസത് തത് ഇക്ഷണശ്രീ പരിപൃഷ്ട്യ പരിപുഷ്ടം ആസ വിശ്വം. ദിത്തിരുവടി ലോകങ്ങൾക്കെല്ലാം മാതാവായി മറ്റൊന്നിലും ചെല്ലാത്ത മനസ്സോടു കൂടിയവളായിരിക്കുന്ന രമാദേവിയെ ഉടനെ തന്നെ മാറോട് ചേർത്ത് മാനിച്ചു. നിന്തിരുവടി ലോകങ്ങൾക്കെല്ലാം മാതാവായി മറ്റൊന്നിലും ചെല്ലാത്ത മനസ്സോടു കൂടിയവളായിരിക്കുന്ന ഈ രമാദേവിയെ ഉടനെ തന്നെ മാറോട് ചേർത്ത് മാനിച്ചു. അങ്ങയുടെ മാറിടത്തിൽ വിലസുന്ന അവളുടെ ശ്രീകരമായ കടാക്ഷവർഷത്താൽ ലോകമെല്ലാം സമ്പൽ സമൃദ്ധിയോടുകൂടിയതായി ഭവിച്ചു. നിന്തിരുവടി ലോകങ്ങൾക്കെല്ലാം മാതാവായി മറ്റൊന്നിലും ചെല്ലാത്ത മനസ്സോടു കൂടിയവളായിരിക്കുന്ന ഈ രമാദേവിയെ ഉടനെ തന്നെ മാറോട് ചേർത്ത് മാനിച്ചു. അങ്ങയുടെ മാറിടത്തിൽ വിലസുന്ന അവളുടെ ശ്രീകരമായ കടാക്ഷവർഷത്താൽ ലോകമെല്ലാം സമ്പൽ സമൃദ്ധിയോടുകൂടി ഭവിച്ചു. 9ാമത്തെ ശ്ലോകം. അതിമോഹന വിഭ്രമാതദാനീം മദയന്തി ഖലു വാരുണി നിരാഘാത് തമസഃ പദവീം അദാത്വമേന തമസഃ പദവീം അദാസഹയേനാം അതിസമ്മാനനയാ മഹാ അസുരേഭ്യഃ അതിമോഹന വിഭ്രമാതദാനീം മദയന്തീം ഖലു വാരുണി നിരാഘാത് തമസഃ പദവീം അദാസ്ത്വമേന മതിസമ്മാനനയാ മഹാസുരേഭ്യഃ അതിമോഹന വിഭ്രമാ തദാനീം മദയന്തി ഖലു വാരുണി നിരാഘാത് തമസഃ പദവീം അദാഹ ത്വം ഏനാം അതിസമ്മാനനയാ മഹാ അസുരേഭ്യഃ. അപ്പോൾ അത്യധികം മോഹിപ്പിക്കുന്ന വിലാസത്തോടു കൂടിയവളായി മതത്തെ വർദ്ധിപ്പിക്കുന്നവളായ വാരണി ദേവി ഉത്ഭവിച്ചു. നിന്തിരുവടി അജ്ഞാനത്തിന് ഇരിപ്പിടമായ അവളെ അതിയായ ആദരവോടുകൂടി അസുരശ്രേഷ്ഠന്മാർക്ക് തന്നെ നൽകി. അപ്പോൾ അത്യധികം മോഹിപ്പിക്കുന്ന വിലാസത്തോടു കൂടിയവളായി മതത്തെ വർദ്ധിപ്പിക്കുന്നവളായ വാരുണി ദേവി ഉത്ഭവിച്ചു. നിന്തിരുവടി
അജ്ഞാനത്തിൻ്റെ ഇരിപ്പിടമായ അവളെ അതിയായ ആദരവോടുകൂടി അസുരശ്രേഷ്ഠന്മാർക്ക് തന്നെ നൽകി. 10ാമത്തെ ശ്ലോകം. തരുണാംബുദേ സുന്ദരഹത്തദാത്വം നനു ധന്വന്തരി ഉദ്ധിതഃ അംബുരാശേ അമൃതം കലശേ വഹൻകരാഭ്യാം അഖില ആർത്തിം ഹരമാരുതാലേശ. തരുണാംബുദ സുന്ദരത്തദാത്വം നനു ധന്വന്തരി ഉദ്ധിതഃ അംബുരാശേ അമൃതം കലശേ വഹൻകരാഭ്യാം അഖില ആർത്തിം ഹരമാരുതാലേശ. തരുണം അദ്ഭുത സുന്ദര തദാത്വം നനു ധന്വന്തരി ഉത്ഥിത അംബുരാശേ അമൃതം കലാശേ വഹൻ കരാഭ്യാം അഖില ആർത്തിം ഹര മാരുതാലയേശ. തരുണ അംബുദ സുന്ദര തദാത്വം നനു ധന്വന്തരി ഉത്ഥിത അംബുരാശേ അമൃതം കലശേ വഹൻ കരാഭ്യാം അഖില ആർത്തിം ഹര മാരുതാലയേശ. അനന്തരം പുതിയ കാർമുകൽ എന്ന പോലെ സുന്ദരനും തൃക്കൈകൾ കൊണ്ട് കലശത്തിൽ അമൃതവും വഹിച്ചുകൊണ്ട് ധന്വന്തരി മൂർത്തിയുമായി നിന്തിരുവടി തന്നെ ആ അലയാഴിയിൽ നിന്നും ഉയർന്നു വന്നു. അനന്തരം പുതിയ കാർമുകൽ എന്ന പോലെ സുന്ദരനും തൃക്കൈകൾ കൊണ്ട് കലശത്തിൽ അമൃതവും വഹിച്ചുകൊണ്ട് ധന്വന്തരി മൂർത്തിയുമായി നിന്തിരുവടി തന്നെ ആ അലയാഴിയിൽ നിന്നും ഉയർന്നു വന്നു. അപ്രകാരമുള്ള വാതാലയേശ എൻ്റെ രോഗങ്ങളെയെല്ലാം സുഖപ്പെടുത്തേണമേ. അനന്തരം പുതിയ കാർമുകൽ എന്ന പോലെ സുന്ദരനും തൃക്കൈകൾ കൊണ്ട് കലശത്തിൽ അമൃതവും വഹിച്ചുകൊണ്ട് ധന്വന്തരി മൂർത്തിയായി തിരുവടി തന്നെ ആ അലയാഴിയിൽ നിന്നും ഉയർന്നു വന്നു. അപ്രകാരമുള്ള വാതാലയേശ എൻ്റെ രോഗങ്ങളെയെല്ലാം സുഖപ്പെടുത്തേണമേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരിയെ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ മഹാവിഷ്ണുവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരിയെ അമൃത കലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണുവേ നമഃ. മഹാവിഷ്ണുവേ നമഃ. ആ അമൃതത്തിൽ കുറച്ച് എനിക്ക് കൂടെ തരേണമേ ഭഗവാനെ എന്ന് നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നത് പോലെ നമ്മളെല്ലാവരും ചോദിക്കാം, ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ ദാരിദ്ര്യത്തിൽ നിന്നും എല്ലാ വിഷമത്തിൽ നിന്നും ഞങ്ങളെയും രക്ഷിക്കണമേ എൻ്റെ ഭഗവാനെ. അമൃതത്തിലെ ഏതെങ്കിലും ഒരു ചെറിയ ചൊട്ട് ഞങ്ങൾക്കും കൂടെ തരേണമേ ഭഗവാനെ എന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അഭ്യർത്ഥിക്കാം. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ, എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. 8ാമത്തെ ദശകത്തിലെ 10 ശ്ലോകങ്ങൾ മുഴുവനായിട്ട് വായിക്കാം. ഗരളം തരളാനലം പുരസ്താത് ജലദേഹേ ഉദ്വിജകാളകാളകൂടം അമരസ്തുതിപാദമോദനിഘ്നഃ ഗരിശകത്തദ്വിഭവൗ ഭവത്പ്രിയാർത്ഥം വിമദത്സുസുരാസരേഷു ജാതാം സ്വരവിഹിതാം ഋഷിഷു നതാത്രിതാമൻ അയരത്നമഭൂത് അതൈവരത്നം ജുഹുത്തരുഹു സ അപ്സരസഃ സുരേഷു താനീം ജഗദീശ ഭവത്പരാ തദാനീം കമനീയാ കമലാ ബഭൂവ ദേവി അമലാമവലോക്യയാം വിലോലഃ സകല അഭിസ്പൃഹയാം ബഭൂവ ലോകഃ त्वयि तत्तहृदये तदा एव देवी त्रिदेहेन्द्रमणिपीडिकां यदारीत् सकल उपहृत्याभिषेचनीयैः रसहतां स्वदिगीर्भिः अभ्यषिञ्चन् अभिषेकजलानुपादिमुक्त त्वदपाम् अभिषेकजलानुपादिमुक्त त्वत् अभाङ्गैः अवभूषितङ्गवल्लीं मणिकुण्डलपीतजयलहार प्रमुखैः ताम् अमर आदय अन्वभूषन् वर्णस्रजम् आप्तभृङ्गनादां ददरीसाकुचकुम्भमन्दयाना फलसिञ्चितमञ्जुनूपुरा त्वां कलितप्रीलविलासम् आससाद गिरिशद्रुहीन आलि सर्वदेवान् गुणभाज अविमुक्तदोषलेशान् अवमृश्य सदा एव सर्वरम्ये लिहिता त्वयि अनया अभिदिव्यमालाम्. पुरसा तरसा ममानिदयेनां भुवनानां जननीमनन्यभावां त्वद्विरहविलसत्ततीक्षणश्री परिभृष्ट्या परिपुष्टम् आस विश्वम् अधिमोहनविभ्रमा तदानीं मदयन्ती खलु वारुणी निरागाद् तमसः पदवीमदात्वमेनाम् अधिसाम्माननया महासुरेभ्यः तरुणाम्बुदसुन्दरत्तदात्वं ननु धन्वन्तरी उद्दितः अम्बुराशेः अमृतं कलशे वहङ्कराभ्यां
അഖിലാർത്തിം ഹരേ മാധുര മാരുതാലേശ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അസ്മിൻ പരാത്മന്യനുപാത്മകൽപ്പേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂപാമപരോഗജാസിൻ നിരുന്തി വാതാലയ വാസവിഷ്ണു. അമൃതം വന്നു കഴിഞ്ഞു. ഭഗവാൻ അമൃതം കൊണ്ടുവന്നു കഴിഞ്ഞു പാലാഴിയിൽ നിന്നും. ഞങ്ങൾക്കെല്ലാവർക്കും സ്വല്പം ഒരു ചെറിയൊരു ഡ്രോപ്പിൻ്റെ ഒരു ചെറിയൊരു മില്ലി ഡ്രോപ്പെങ്കിലും തരണേ, നാനോ ഡ്രോപ്പെങ്കിലും തരണേ എന്ന് നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശ്ലോകം അവസാനിപ്പിക്കുന്നു.